ഏകദേശം ഒരു മാസം മുൻപാണ് ധർമ്മസ്ഥല എന്ന പേര് നമ്മളൊക്കെ ഇങ്ങനെ കേട്ടു തുടങ്ങിയത്. അവിടെ ഉണ്ടായിരുന്ന ഒരു ശുചീകരണ തൊഴിലാളി 2 അഭിഭാഷകരുടെ സഹായത്തോടെ ഒരു കത്ത് കോടതിയിലെത്തിക്കുകയാണ്. സാക്ഷിമൊഴി നൽകുന്നു, രഹസ്യമൊഴി എടുക്കുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം രാജ്യം നടുങ്ങുന്ന തരത്തിലുള്ളതായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ നടത്തുന്ന അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ സാക്ഷിയായ ശുചീകരണ തൊഴിലാളിക്ക് കനത്ത സുരക്ഷയാണ്, പോലീസ് കാവലാണ് നൽകിയിട്ടുള്ളത്. മാതൃഭൂമി ന്യൂസ് സംഘവും ഈ സ്ഥലത്തു തന്നെ തുടരുന്നുണ്ട്. സാരംഗ് സുരേഷും ഷാജു ചന്തപുരയും. സാരംഗ് സുരേഷ് ഇപ്പോൾ ക്രൈം ഫയലിൽ ലൈവായി ചേരുന്നുണ്ട്. സാരംഗ്, ഒരു ദുരൂഹത, ഇത്രയും അധികം ദുരൂഹമായ ഒരു സംഭവം, കേട്ടുകേൾവിയില്ലാത്ത സംഭവം, രാജ്യം നടുങ്ങുന്ന ഒരു വെളിപ്പെടുത്തലാണ് ശുചീകരണ തൊഴിലാളി നടത്തിയത്. അയാൾ ആ മുഖം മൂടി ധരിച്ച് മുഖം പുറത്തു കാണിക്കാതെ ഈ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്നത് അയാളുടെ സുരക്ഷയോർത്ത് മാത്രമാണ്. നിങ്ങൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ എന്താണ്? അനശ്വര, 2 ആഴ്ചക്കിടെ ഇതിപ്പോൾ 2ാം തവണയാണ് നമ്മൾ ധർമ്മസ്ഥലയിൽ എത്തുന്നത്. ആദ്യഘട്ടത്തിൽ എത്തുന്ന സമയത്ത് ദൃശ്യങ്ങൾ പോലും പകർത്തുന്നതിന് പോലും കഴിയാത്ത രീതിയിലുള്ള ഭീഷണികൾ പോലും വരുന്ന രീതിയിലേക്കൊക്കെ തന്നെ ആളുകളുടെയൊക്കെ പെരുമാറ്റമൊക്കെ തന്നെ ആ രീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി മാറിയിട്ടുണ്ട്. കാരണം ആളുകൾ കൂടുതലായിട്ട് വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ധർമ്മസ്ഥലയുടെ ചുറ്റുഭാഗത്തുള്ള ആ ഒരു പുഴക്കരയിലേക്കും അതുപോലെ തന്നെ കാടിനടുത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾക്ക് ചുറ്റും എത്രയോ മൃതദേഹങ്ങൾ കൂടിക്കിടക്കുന്ന ആ ഒരു ഭയാനകമായ, അത് എങ്ങനെയാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാന്ന് പറയാൻ കഴിയില്ല, അത്രത്തോളം ഭീതി ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ പറഞ്ഞ സാക്ഷി അദ്ദേഹം വർഷങ്ങളായിട്ടുള്ള 1998 മുതൽ 2014 വരെയുള്ള ആ ഒരു കാലയളവിൽ, അത്രത്തോളം കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കൊണ്ട്, ഇത്രയും ദിവസം കൊണ്ട് നമ്മൾക്കുണ്ടായ അനുഭവങ്ങൾ തന്നെ നമ്മൾ അത്രത്തോളം ഇറിറ്റേറ്റ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത്രയും നേരിട്ട അനുഭവങ്ങളുള്ള പുള്ളിക്ക് ഒരുപക്ഷെ ഉറങ്ങാൻ പോലും അല്ലെങ്കിൽ ഒരു നേരം കൃത്യമായി ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആ ഒരു മാനസിക പ്രയാസം ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം കോടതിയിലെത്തിയിട്ടുണ്ടാവുക. എന്തായാലും അവിടെ ശാസ്ത്രീയ പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. കാരണം അവിടെ ഓരോ പെൺകുട്ടികളുള്ള ഓരോ വീടുകളിലെയും അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും ഒക്കെ തന്നെ അത്രത്തോളം പേടിച്ചിട്ടാണ് കഴിയുന്നത്. അവർക്ക് പേടിയാണ്. കാരണം പണ്ടുകാലം തൊട്ടേ അവരിങ്ങനെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് രാവിലെ വീട്ടുകാരുടെ സ്നേഹത്തോടെ യാത്ര പറഞ്ഞിറങ്ങുന്ന മകള് തിരിച്ചു വരുമ്പോൾ അവർ കാണുന്നില്ല. പിന്നീട് പലയിടങ്ങളിൽ പരാതി കൊടുക്കുന്നു. പിന്നീട് പോലീസിലൊക്കെ പരാതി കൊടുക്കുന്ന സമയത്ത് പോലീസ് അന്വേഷിക്കാതെ പോകുന്നു. ഇൻക്വസ്റ്റ്, പിന്നീട് മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ഇൻക്വസ്റ്റിൽ വലിയ പോരായ്മകൾ വരുത്തുന്നു. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇപ്പോൾ ആളുകൾക്ക് മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു പലതും തുറന്നു പറയാനുള്ള ഒരു ഊർജ്ജം വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ വെളിപ്പെടുത്തലുകളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ വരുമായിരിക്കുന്നത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം ധർമ്മസ്ഥല എന്ന് പറയുന്നത് അടുത്ത കാലം വരെ ദക്ഷിണേന്ത്യയെ സംബന്ധിച്ച് ഒരു തീർത്ഥാടക കേന്ദ്രത്തിൻ്റെ ആ ഒരു പ്രതീതി മാത്രം ഉണ്ടായിരുന്ന സ്ഥലമാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, ഒരു മാഫിയ കേന്ദ്രം അല്ലെങ്കിൽ ഒരു അധോലോക കേന്ദ്രം എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ ഒരു നിഗൂഢതകൾ ചൂഴ്ന്നു നിൽക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറുകയാണ്.